അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മളോടൊരാൾ സംസാരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം തൊള്ള കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ, പക്ഷെ മനസ്സിൽ നമ്മളല്ല ഉള്ളത്, വേറെന്തോ ചിന്തയില്ല. ഇങ്ങനെ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തോട് ഭയങ്കര ദേഷ്യമായിരിക്കും. കാരണം അദ്ദേഹം തൊള്ളോട് നമ്മളിങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, മനസ്സുകൊണ്ട് അദ്ദേഹം നമ്മെ ശ്രദ്ധിക്കുന്നില്ല. മനസ്സ് വേറെ എവിടെയാണ്. ഇത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രകൃതിയാണ് അന്നേരം അവരോട് ദേഷ്യം വരുമെന്നുള്ളത്. 5 വക്ത് നിസ്കാരത്തിൽ അള്ളാഹുവിനോടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ നാം അള്ളാഹുവിൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞ് മാലിക് യൗമിദ്ദീൻ എന്ന് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞ് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നേരെ നിന്നതുപോലെ അവനോട് അഭിസംബോധന ചെയ്യാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് അള്ളാഹുവിനോട് അഭിസംബോധനം ചെയ്ത് പറയാൻ. അന്നേരം നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ ഞാൻ അള്ളാഹുവിനെ അഭിസംബോധനം ചെയ്ത് നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ആ ഒരു ചിന്തയിൽ അവൻ പറയുന്നില്ല. മറിച്ച് എന്തോ ദുന്യവിയായ ചിന്തകളാണ്. അങ്ങനെയാണല്ലോ, തക്ബീർ കെട്ടിയാൽ നമുക്ക് വരാത്ത ചിന്തകളില്ല. അതിൻ്റെ കാരണം ബുഖാരി ഇമാം കൊണ്ടുവന്ന റളിയല്ലാഹു അൻഹു ഒരു ഹദീസുണ്ട് ബുഖാരിയിൽ. പിശാച് വന്നുകൊണ്ട് തക്ബീർ കെട്ടിയാൽ പിശാച് വന്നുകൊണ്ട് ഉദ്കുർ കഥ ഇന്നതോർക്ക് എന്നിങ്ങനെ ഓരോന്ന് പറയും. നമ്മളങ്ങനെ ഓർത്തു കൊടുക്കും. ഈ നിസ്കാരമെന്ന് പറയുന്നത് അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് അത് ചിന്തിക്കാതെ അള്ളാഹുവിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഫാത്തിഹയുടെ അർത്ഥങ്ങളും ആശയങ്ങളും ആ ഒരു ചിന്തയിൽ അല്ലാതെ മറ്റു ദുന്യവിയായ ചിന്തകളാകുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അള്ളാഹുവിനോട് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ആ ഒരു അഭിസംബോധന ശൈലിയിൽ പറയാതെ എന്തോ ചിന്തിച്ചു പറഞ്ഞാൽ, ദുന്യവിയായിട്ടുള്ള എന്തോ ചിന്തയിൽ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നാം അള്ളാഹുവിനോട് അഭിസംബോധന ചെയ്യുന്നുണ്ടെന്ന് പറയാം? എന്ന് മാത്രമല്ല, ഈ അള്ളാഹുവിനെ നമ്മൾ അവഗണിക്കുകയല്ലേ. നിന്നെ മാത്രം എന്ന് പറഞ്ഞ് തൊള്ളുകൊണ്ട് പറയാം, മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തന്നെയല്ല. ഫാത്തിഹയിൽ അള്ളാഹു തആല നമ്മോട് പ്രതികരിക്കുന്നത് ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം. നാം ഫാത്തിഹ സൂറത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പറയുമത്രേ, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു. അർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, എൻ്റെ അടിമ വാഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ മജ്ജദനി അബ്ദി. ഇങ്ങനെ നാം ഓരോ ആയത്തുകൾ ഓതുമ്പോഴും അല്ലാഹു തആല പ്രതികരിക്കുന്നുണ്ട്. എന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള ഊഴമാണ്, എൻ്റെ അടിമക്ക് അദ്ദേഹം ചോദിച്ചതുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത്. ചൊവ്വായ ആ മുസ്തഖീമായ സിറാത്തിൽ, ആ പാതയിൽ നമ്മൾ ഉറപ്പിച്ചിരുത്തണം. ആ ഹിദായത്ത് നമുക്ക് വേണം. ഹിദായത്ത് ആവശ്യപ്പെടുന്നത് ആ സമയത്താണ്. അല്ലാഹു തആല ചോദിക്കാൻ പറഞ്ഞ, എൻ്റെ അടിമക്ക് ചോദിച്ചതുണ്ട് എന്ന് പറഞ്ഞ സമയത്താണ്. അപ്പോൾ അല്ലാഹു തആല നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ പ്രതികരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചിന്തയിൽ ഇതൊന്നുമില്ല, നമ്മൾ വേറെന്തോ ലോകത്താണ്. ഇതുപോലെ തന്നെയാണ് അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ നിങ്ങൾക്ക് സലാം. അങ്ങനെ പറയുമ്പോൾ നമ്മളെ ചിന്തയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്തയിലല്ല. നമ്മളെന്തോ ഓർത്തുകൊണ്ട് ദുന്യവിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതും ഒക്കെ ആയ കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയാണ്. ആ സമയത്ത് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പച്ച കുബ്ബയൊക്കെ നോർത്ത്, അവിടുത്തെ ഖബർ ഷരീഫൊക്കെ നോർത്ത് തങ്ങൾക്കൊരു സലാമാണ് ഞാൻ പറയുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ തങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞ ആ ഒരു സലാം. നിസ്കാരത്തിൽ ഈ 2 അഭിസംബോധന മാത്രമേ പറ്റുള്ളൂ. അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അള്ളാഹുവിനോടുമുള്ള അഭിസംബോധനമാണ് നമ്മൾ നിസ്കാരത്തിൽ നടത്തുന്നത്. ഇയ്യാക്ക, നിന്നെ മാത്രം,
എന്ന് പറഞ്ഞ് നിന്നോട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെയും അതുപോലെ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവ രണ്ടുപേരോട് മാത്രമാണ് ഞങ്ങൾ അഭിസംബോധന നടത്തുന്നത്. മറ്റുള്ളവരുടെ അഭിസംബോധന നടത്തിയാൽ നിസ്കാരം ബാത്തിലാണ്. ഒരാൾ സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. ഒരാൾ അൽഹംദുലില്ലാ പറഞ്ഞു തുമ്മിയിട്ട്, അപ്പോൾ കേട്ട നമ്മൾ ഇർഹംകുള്ള പറയൽ സുന്നത്തുണ്ട്, പക്ഷേ നിസ്കാരത്തിൽ ഇർഹംകുള്ള പറഞ്ഞ നിസ്കാരം ബാത്തിലായി. ഈ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്കത് ഓർമ്മയില്ലെങ്കിൽ, ആ തങ്ങളോട് നാം അഭിസംബോധന ചെയ്യാമെന്നുള്ള ബോധ്യമില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം പിന്നെ എന്താണ് അതിൻ്റെ അവസ്ഥ? അവ്വലുമായി യുഹാസബു അലൽ അബ്ദി യൗമൽ ഖിയാമ, പരലോകത്ത് അല്ലാഹു തആല ആദ്യമായി നമ്മോട് ചോദ്യം ചെയ്യപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരത്തെ പറ്റിയാണ്. അത് നന്നായാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ രക്ഷപ്പെട്ടു. അത് മോശമായാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ പരാജയപ്പെട്ടു പോയി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസ്കാരമാണ് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ നമ്മൾ ഫെയിലായി പോയാൽ നാം വലിയ പരാജയപ്പെട്ടവരാണ്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ നമുക്ക് കഴിയണം. 5 വക്ത നിസ്കാരം അത് കൃത്യമാക്കുകയും അതോടൊപ്പം തന്നെ ആ നിസ്കാരത്തിൽ ഇത്തരം ചില ചിന്തകൾ, ഭയഭക്തി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഇതൊക്കെ തന്നെയാണ്. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഞാനീ പറഞ്ഞതുപോലെ ചിന്തിക്കുക. അതുപോലെ സലാം പറയുമ്പോൾ ഇതുപോലെ അത്തഹിയാത്ത് ഓതുന്ന സമയത്തും സുജൂദ് ചെയ്യുന്ന സമയത്തൊക്കെ നാം ആ ഒരു നിസ്കാരത്തിലാണെന്നുള്ള ബോധത്തോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും ദുനിയാവിലും ആഖിറത്തിലും നിസ്കാരം വലിയ ഫലം ചെയ്യും. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ ഒരു മരത്തിൽ നിന്നും ഇലകൾ കൊഴിയുന്നത് പോലെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന ഒന്നാണ് നിസ്കാരം എന്നുള്ളത്. ഒരു വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പുഴയുണ്ടെങ്കിൽ അതിൽ 5 നേരം കുളിച്ചാൽ തൻ്റെ ശരീരത്തിൽ വല്ല ചേറും ചളിയും ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകൂല. എന്നതുപോലെ നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കുന്ന, ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ച് ശുദ്ധീകരിക്കുന്ന ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം നിസ്കാരത്തിൽ പരമാവധി ഭയഭക്തി നാം ഉണ്ടാക്കി തീർക്കണം. അതിനെ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. 2 കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നിസ്കാര സമയത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 അഭിസംബോധനം, ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിനോടാണ് നാം ആ ഒരു അഭിസംബോധനം ചെയ്യുന്നത് എന്ന ബോധ്യത്തോടുകൂടെ, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ തങ്ങളോടാണ് സലാം പറയുന്നത് എന്ന ബോധ്യത്തോടുകൂടെ നാം കൃത്യമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ, നാം ഓതുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ അത് വലിയ ഒരു കാര്യമായിരിക്കും. നിസ്കാരത്തിൽ ഭയഭക്തിക്ക് അത് കാരണമാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.